തെറ്റുകാരായ ആൾക്കാരെ നമ്മൾ വേഗം കൂട്ടുകാരാക്കണം. കൂട്ടുകാരാക്കി കഴിഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കും. എനിക്കിപ്പോൾ അടുത്തൊരു അനുഭവം ഉണ്ടായി, ഞാൻ പറയാം. ഈ അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് പോയി, സംഘടനാ ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി, ഒരു വലിയ മുടിയുണ്ട് ആ കുട്ടിക്ക്, ഒരു ഭയങ്കര അസ്വസ്ഥത കണ്ടപ്പോൾ തന്നെ. പക്ഷെ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദഴവത്തല്ല, വഷളാക്കൽ പരിപാടിയാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഇവിടെ? ഇതെൻ്റെ മൂത്തമ്മൻ്റെ വീടാണ്. മൂത്തമ്മ മീൻസ് ഉമ്മാൻ്റെ ഏട്ടത്തിയാണ്. ആരുമില്ല, ഈ കുട്ടി മാത്രം. ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ മുടി ഫുള്ളും നിൻ്റേതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്ന ചിരി നമുക്കറിയാം, ചരൽ കല്ലിൽ ആക്റ്റീവ വീണാൽ ചിരിക്കുന്നൊരു ചിരി ഉണ്ടാവല്ലോ. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവനൊന്ന് കൈ പിടിച്ച് കുറച്ചൊന്ന് പവറിൽ. ഞാൻ പറഞ്ഞു, നാളെ ഈ മുടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരണം. എനിക്കത് അയച്ചൊരു ഇല്ലയൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പോയി. ഞാൻ 3 ദിവസം പിന്നെ നാട്ടിലുണ്ടായില്ല, കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ദെൻ നേത്രാവതി ട്രെയിനിൽ കയറി വരുമ്പോൾ എനിക്ക് ഇഗ്നറൻ്റായ പരിചയമില്ലാത്തൊരു നമ്പറിന് എന്നുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മുറിക്കുന്ന വീഡിയോ ആഫ്റ്റർ കഷണ്ടിക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ച ശേഷം മറ്റൊരു ചിത്രം ഉണ്ടല്ലേ, മുടി മുറിച്ചതിന് ശേഷമുള്ളൊരു ഫോട്ടോ, ദെൻ ഒരു വോയിസ്. ആ വോയിസാണ് പ്രധാനം. അതിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ ഉദാഹരണം പറഞ്ഞത്. എന്താ വോയിസ് എന്ന് പറയാം? ഉസ്താദ് എന്നോട് പൊരുത്തപ്പെടണം, ഉസ്താദ് മുടി നാളെ മുറിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പനി വന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നാ ഡിസ്ചാർജ് ആയത്, ഇന്ന് മുറിച്ചിട്ടുണ്ട്. ഉസ്താദ് പൊരുത്തപ്പെടണം, അതവ് കേട് എന്നൊന്നും വിചാരിക്കല്ലേ. ഈ തലമുറനെയാണ് നമ്മൾ വേഗം നരകത്തിലേക്ക് ഇടല്. സത്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം എത്ര ആളുകൾ നന്നായിട്ടുണ്ട്, നമ്മൾ കാരണം എത്ര ആളുകൾ മോശപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ചിന്തിച്ചൂടെ? സത്യം, എനിക്ക് അറിയുന്ന ഒരുപാട് ഫ്രീക്കന്മാരുണ്ട്. മാസത്തിൽ അവർ ചുരുങ്ങിയത് ഒരു 500 രൂപയെങ്കിലും പാവപ്പെട്ട ആളുകളെ സഹായിക്കാത്ത, ഒരു മാസം പോലും അവരെ കടന്നു പോകാത്ത, നമ്മൾ കാണുമ്പോൾ അവരെ കഞ്ചാവെന്ന് പറയും, ചിലപ്പോൾ അവർ ഫ്രീക്കനെന്ന് പറയും, അല്ലെങ്കിൽ എന്തോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെന്ന് ചിലപ്പോൾ കോലം കാണുമ്പോൾ നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ഒരു നല്ല തലമുറ നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ ഈ മനോഹരമായ ഇടപെടൽ കൊണ്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ എത്ര നല്ല രീതിയിലായിരിക്കും ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകുക. രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ മക്കൾ കൂട്ടുകെട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് പോട്ടെ എന്തെങ്കിലും ഒരു കേസിൽ പെടുമ്പോൾ, ഓനെ ഞാൻ വിട്ടതാണ് ഉസ്താദെ, ഒരു എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവരെ ദൂരത്താക്കുന്നതിന് പകരം ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, ചിലപ്പോൾ സൗഹൃദത്തോടെ എല്ലാം സംസാരിക്കാൻ രക്ഷിതാക്കൾ കൂട്ടുവെക്കാത്ത കാരണം കൊണ്ടായിരിക്കും അപ്പുറത്ത് മറ്റൊരു